സ്ട്രെസ്സാണ്, പറ്റുന്നില്ല എന്നെ കൊണ്ട്, ഇതൊക്കെയായിരിക്കും അവർ പറയുക. അത് പല രീതിയിൽ മേ ബി പേഴ്സണൽ പ്രോബ്ലം ആയിരിക്കാം, ഒഫീഷ്യലി ഉള്ള പ്രഷർ കാരണമായിരിക്കാം. അപ്പോൾ ഈ സ്ട്രെസ്സിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യാനായിട്ട് ഓരോരുത്തരും ഓരോ രീതിയായിരിക്കും കണ്ടുപിടിക്കാം. ഇപ്പം ഭയങ്കര ടെൻഷൻ ആയിരിക്കുന്ന ഒരു സമയത്ത് പെട്ടെന്നൊന്ന് റിലാക്സ് ആവാൻ ആദ്യം നമ്മൾ ചെയ്യണത് ഫോൺ എടുത്ത് എന്തെങ്കിലുമൊക്കെ നോക്കിയിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു പബ്ലിക് പ്ലേസിൽ നമ്മൾ നിൽക്കുകയാണ്, ചെയ്യാനൊന്നുമില്ല, പരിചയം ആരും ഇല്ലെങ്കിൽ നമ്മൾ ഉടനെ ഫോൺ എടുക്കും. അപ്പോൾ ഈ ഫോൺ പോക്കറ്റിൽ നിന്ന് എടുക്കുക എന്നുള്ളതൊരു ഹാബിറ്റായി മാറിയിരിക്കുകയാണ് എല്ലാവർക്കും. ഇതിനെന്താണ് ഇതിൻ്റെ ഒരു സയന്റിഫിക് രീതി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സ്ട്രെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി എല്ലാവരും ഉള്ള സംഭവമാണ്. സ്ട്രെസ് ഒരു നല്ല സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് ഡെഫിനറ്റ്ലി ഒരു ബേസിക് ലെവൽ ഓഫ് സ്ട്രെസ് കാണും. നാച്ചുറലി ആ ലെവൽ ഓഫ് സ്ട്രെസ് കാണും. അവരെങ്ങനെ അത് ഹാൻഡിൽ ചെയ്യുന്നു എന്ന് വെച്ചിരിക്കും. മനസ്സിലായില്ലേ? സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാനാണ് പഠിക്കേണ്ടത്. അല്ലാതെ സ്ട്രെസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളതൊരു എനിമിയായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും അത് നമ്മളെ ഹിറ്റ് ബാക്ക് ചെയ്യും. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അതൊരു ബേസിക് ലെവൽ ഓഫ് സ്ട്രെസ് വേണം, എന്നാലും നമ്മൾ പെർഫോം ചെയ്യത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം സ്ട്രെസ്സിനെ റിലീവ് ചെയ്യാൻ വേണ്ടിയുള്ള ടെക്നിക്സ് നമ്മൾ തന്നെ കറക്റ്റായിട്ട് ചൂസ് ചെയ്യണം. നമ്മൾ റോങ് ടെക്നിക്സ് ചൂസ് ചെയ്താൽ അത് തന്നെയായിരിക്കും പിന്നെ അത് നമ്മുടെ ബോഡി ഡിസ്ട്രാക്ട് ചെയ്യും. ചിലർ സ്മോക്കിംഗ് ഉടനെ പോയി 5 മിനിറ്റ് സ്മോക്ക് ചെയ്യുന്നു. ചിലർ കുറച്ച് എന്തെങ്കിലും ഈ ഹൈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, പെപ്സി പോലത്തെ ഇടയ്ക്കിടയ്ക്ക് പോയി സിപ്പ് ചെയ്യുന്നു. ഹൈ കാർബോഹൈഡ്രേറ്റ് ഫുഡ്, ചിപ്സ് അതൊക്കെ പോയി പെട്ടെന്ന് കഴിക്കുന്നു. ചിലർ അങ്ങനെ കുറേ ഹാബിറ്റ്സ് അവർ ഡെവലപ്പ് ചെയ്യും. അതായിരിക്കും അവർക്ക് ടെമ്പററി സ്ട്രെസ് വരുന്നത്. നമ്മൾ സ്ട്രെസ് റിലീവിന് ഉപയോഗിക്കുന്ന ഹാബിറ്റ്സ് നമ്മൾ കെയർഫുള്ളായിട്ട് ചൂസ് ചെയ്യണം.